അടുത്തത് നമ്മൾ പഠിക്കുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലെങ്കിൽ PWM. ഇതിനൊരു മറ്റൊരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്, പൾസ് ഡ്യൂറേഷൻ മോഡുലേഷൻ. പൾസ് ഡ്യൂറേഷൻ മോഡുലേഷൻ അല്ലെങ്കിൽ PDM. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരിയർ പൾസിൻ്റെ വിഡ്ത്താണ് ഇവിടെ വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കുക. വിഡ്ത്ത് ഓഫ് ദ കാരിയർ പൾസ് ഈസ് വേരിയിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ സാമ്പിൾ വാല്യൂവിനനുസരിച്ച് കാരിയർ പൾസിൻ്റെ വിഡ്ത്ത് വേരി ചെയ്യുന്ന പ്രോസസ്സാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ പാരാമീറ്റേഴ്സ്, കാരിയർ പൾസിൻ്റെ പാരാമീറ്റേഴ്സായ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ വിഡ്ത്ത്. ഇതിൽ നമ്മൾ വിഡ്ത്ത് മാത്രമാണ് ഇവിടെ വേരി ചെയ്യുന്നത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയോ മാറ്റുന്നില്ല എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മളൊന്ന് വരച്ചു നോക്കാം. നമ്മുടെ ഒരു മെസ്സേജ് സിഗ്നൽ കാണിച്ചു. തൊട്ടടുത്ത് നമ്മൾ കുറച്ച് കാരിയർ പൾസസ് കാണിക്കുന്നുണ്ട്. സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം, സെയിം വിഡ്ത്ത് ആയിരിക്കണം. ഇത് നമ്മുടെ മെസ്സേജ് സിഗ്നലാണ്, M(t). ഇത് നമ്മളെ കാരിയർ പൾസസ് ആണ്, നമുക്ക് C(t) എന്ന് വേണ്ടി ഡിനോട്ട് ചെയ്യാം. ഇനി നോക്ക്, ഇനി നമ്മൾക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ എങ്ങനെ ഉണ്ടാവും. നമുക്ക് രണ്ട് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ട് സാധാരണ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ്റെ ടൈപ്സ് ഓഫ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ 3 ടൈപ്പുകളുണ്ട്. ഒന്ന് ലീഡ് എഡ്ജ് മോഡുലേഷൻ, 2 ട്രെയിൽ എഡ്ജ് മോഡുലേഷൻ, 3 തേർഡ് മോഡുലേഷന് 2 എഡ്ജ് മോഡുലേഷൻ. ഇങ്ങനെ 3 തരം ടൈപ്സ് ഉണ്ട് PWM മോഡുലേഷൻ. ഇതിൽ നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഇതിൻ്റെ ട്രയലിംഗ് എഡ്ജ്, പൾസിൻ്റെ ട്രയൽ
എഡ്ജ് മോഡുലേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പൾസിന് ഇങ്ങനെ ഒരു പൾസിന് നമുക്ക് ഈ റൈസിങ് എഡ്ജ് നമ്മൾ ലീഡിങ് എഡ്ജ് എന്ന് പറയും. ലീഡിങ് എഡ്ജ് ഓഫ് പൾസ്. ഇതാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ പൾസിന്റെ വെടുത്ത്. ഈ ഫാളിങ് എഡ്ജിനെ നമ്മൾ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. അപ്പോൾ ഒരു പൾസിന്റെ ഏത് പാർട്ടാണോ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത് ആ പേരിലാണ് അത് അറിയപ്പെടുക. അപ്പോൾ ലീഡ് എഡ്ജ് മോഡുലേഷൻ ഉണ്ട്, ട്രയൽ എഡ്ജ് മോഡുലേഷൻ ഉണ്ട്, ടു എഡ്ജസ് മോഡുലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ട്രയൽ എഡ്ജ് മോഡുലേഷൻ ആണ്. അപ്പോൾ ട്രയൽ എഡ്ജ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഇനി മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരിയർ പൾസിന്റെ ലീഡിങ് എഡ്ജ് അവിടെ കോൺസ്റ്റന്റ് ആയി നിന്നിട്ട് ഇത് കോൺസ്റ്റന്റ് ആയി നിന്നിട്ട് ഈ ഫാളിംഗ് എഡ്ജ് അല്ലെങ്കിൽ ട്രെയിലിംഗ് എഡ്ജ് എന്ത് ചെയ്യും? മോഡുലേറ്റ് ചെയ്യുന്ന. ദാറ്റ് മീൻസ് അതിന്റെ വെടുത്ത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഏതിന് പ്രൊപ്പോർഷണലായിട്ട്? നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ സാമ്പിൾ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന് തുല്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വെടുത്തിങ്ങനെ വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന്റെ ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത, നമ്മുടെ ഏറ്റവും പീക്കിലാണ് നമ്മളെ പോസിറ്റീവ് പീക്കിലാണ് നമ്മളെ കാരിയർ പൾസിന് ഏറ്റവും വെടുത്ത് കൂടി കിട്ടേണ്ടത്. അതേപോലെ തന്നെ നെഗറ്റീവ് പീക്കിലാണ് നമ്മുടെ ഏറ്റവും സ്ലിമ്മായി അല്ലെങ്കിൽ ഏറ്റവും വെടുത്ത് കുറഞ്ഞിട്ടുള്ള മോഡുലേറ്റഡ് പൾസ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ ഇതിന്റെ സീറോ ലൈനും കൂടി നമ്മളൊന്ന് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ലീഡിങ് എഡ്ജ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ പൾസിന്റെ എല്ലാ ലീഡിങ് എഡ്ജുകളും നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വരച്ചു വെക്കുക. കാരണം ഇത് വേരി ചെയ്യുന്നില്ല. എല്ലാം ഇങ്ങോട്ട് വരച്ചു വെച്ചു. അതുപോലെ തന്നെ നെഗറ്റീവ് പാർട്ടുള്ളതും വരച്ചു. കാരണം ഇനി നമുക്ക് ഔട്ട്പുട്ട് മോഡുലേറ്റഡ് വേവിന്റെ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് വേവിന്റെ ലീഡിങ് എഡ്ജ് കോൺസ്റ്റന്റ് ആണ്, വേരി ചെയ്യുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വരച്ചത്. ഇനി മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഈ വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പൾസിന്റെ വിഡ്ത്ത് ഇങ്ങനെ കൂടി കൂടി വരണം. വീണ്ടും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയണം. നെഗറ്റീവിലേക്ക് പോകും തോറും പോസിറ്റീവ് ഹാഫ് സൈക്കിളിനേക്കാൾ വിഡ്ത്ത് കുറഞ്ഞു കുറഞ്ഞു വരണം. വീണ്ടും അത് സീറോയിൽ എത്തുമ്പോൾ, സീറോ എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇല്ല എന്നുള്ള അർത്ഥം. കാരണം മോഡുലേറ്റിംഗ് സിഗ്നൽ സീറോയിൽ കൂടെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ നേരത്തെ നമുക്ക് മോഡുലേറ്റിംഗ് സിഗ്നൽ ഇല്ല. മോഡുലേറ്റിംഗ് സിഗ്നൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക? ആക്ച്വലി അവിടെ കാരിയർ പൾസ് എന്താണോ ആ വെടുത്താണ് ഉണ്ടാവുക. നെഗറ്റീവിലേക്ക് പോകും തോറും വീതി കുറഞ്ഞു വരുന്നു, പോസിറ്റീവിലേക്ക് പോകുന്നു വീതി കൂടുന്നു. അപ്പോൾ നോക്കാം, ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ നമുക്കറിയാം ഒരു ചെറിയ ഈ സീറോയിൽ നിന്ന് ഇത് റൈസ് ചെയ്ത് ഈ ലെവൽ വരെ ഒരു പോസിറ്റീവ്, ഇത്രയും ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ട്. ഇതാണെങ്കിൽ കുറച്ചും കൂടി പോസിറ്റീവിലേക്ക് വന്നു. ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഏറ്റവും പീക്ക് വോൾട്ടേജിലാണ് വരിക. അതേപോലെ ഇത് പീക്ക് വോൾട്ടേജിലാണ് വരിക. അപ്പൊ നമുക്കറിയാം സീറോയിലാണെങ്കിൽ സെയിം കാരിയർ വിഡ്ത്തിലാണ് നമുക്ക് വരക്കേണ്ടത്. പക്ഷെ ഇത് സീറോയിൽ നിന്ന് കുറച്ച് റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്വല്പം ഒന്ന് വീതി കൂട്ടിയിട്ട് വരയ്ക്കുക. കാരിയർ പൾസിനേക്കാൾ സ്വല്പം ഒന്ന് വീതി കൂട്ടിയിട്ട് വരച്ചു. ഇനി രണ്ടാമത്തത് കുറച്ചുകൂടി മോർ പോസിറ്റീവിലേക്ക് എത്തി. പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഓരോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അല്ലെങ്കിൽ സാമ്പിൾ വാല്യൂ, ഈ സാമ്പിൾ വാല്യൂ നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മേലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അതിന്റെ വിഡ്ത്ത് കുറച്ചും കൂടി കൂടും. ഇനി തേർഡ് പൾസ് നോക്ക്, ഓൾമോസ്റ്റ് അതിന്റെ വിഡ്ത്ത് കിടക്കുന്ന ലൈസിൻ എവിടെയാ? അതിന്റെ പീക്കിലാണ്. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഏറ്റവും മാക്സിമം വിഡ്ത്തിലുള്ള പൾസ് വരിക. ഇതേ ഓർഡർ തന്നെ
ഈ വോൾട്ടേജ് ലെവലാണ് ഇവിടെയും ഈ വോൾട്ടേജ് ലെവലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഈ പൾസ് എന്തായി കുറച്ചും കൂടി പോസിറ്റീവ് വോൾട്ടേജ് കുറഞ്ഞു. ഈ പൾസ് ഇവിടെ തുടങ്ങിയ പോലെ തന്നെ ഉള്ളൊരു വോൾട്ടേജ് ലെവലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര വിടുത്ത് ഇതിന് ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. പക്ഷേ കാരിയറിനേക്കാൾ വിടുത്തുണ്ടാവും. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പൾസ് വിടുത്ത് മോഡുലേറ്റഡ് വേവിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മോഡുലേറ്റീവ് സിഗ്നൽ 0-യിൽ നിന്ന് പീക്കിലേക്ക് പോകുന്നു. ഇവിടെ അതിന് പ്രൊപ്പോർഷണലായിട്ട് കാരിയർ പൾസസിൻ്റെ വിഡ്ത്ത് കൂടി വന്നു. അത് വീണ്ടും പീക്കിൽ നിന്ന് 0-യിലേക്ക് പോകുന്നു. അതിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇനി നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു 0-യിൽ കാരിയർ പൾസിന്റെ വിഡ്ത്തിന് യാതൊരു ചേഞ്ചും വരില്ല. അപ്പോൾ 0 കഴിഞ്ഞിട്ട് ഒരു നെഗറ്റീവ് വോൾട്ടേജിലാണ് ഈ പൾസ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരിയർ പൾസിന്റെ വിഡ്ത്തിനേക്കാൾ നമുക്ക് കുറച്ചാണ് അത് വരയ്ക്കേണ്ടത്. കുറച്ച് വരയ്ക്കുക. ഈ രണ്ടാമത്തെ പൾസ് വീണ്ടും എന്താണ്, കൂടുതൽ നെഗറ്റീവ് വോൾട്ടേജിലേക്ക് വന്നു. അപ്പോൾ കുറച്ചും കൂടി കുറച്ച് വരയ്ക്കുക. മൂന്നാമത്തത് ഓൾമോസ്റ്റ് പീക്കിലാണ്, നെഗറ്റീവ് പീക്കിലാണ്. അപ്പോൾ അത് ഏറ്റവും തിന്നായിട്ട് ഏറ്റവും വിടുത്ത് കുറഞ്ഞ് വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ വീണ്ടും ഈ പൾസ് വരുമ്പോൾ മൈനസ് വോൾട്ട് ഇങ്ങനെ കുറയുന്നു, വീണ്ടും കുറയുന്നു, 0-യിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനേക്കാൾ വീതി കൂട്ടി വരക്കണം. പക്ഷേ ഇതെല്ലാം കാരിയറിനേക്കാൾ എന്തായിരിക്കണം, വീതി കുറയും. അപ്പോൾ അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കാരിയർ പൾസസിനേക്കാൾ എന്താണെങ്കിലും വിഡ്ത്ത് കുറഞ്ഞിരിക്കും. അത് പീക്കിൽ ഏറ്റവും കുറഞ്ഞിരിക്കും. ഇനി ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന മെത്തേഡ്. നമ്മൾ ട്രയൽ എഡ്ജ് മോഡുലേഷൻ ആണ്. ഇനി ആക്ച്വലി ലീഡ് എഡ്ജ് മോഡുലേഷൻ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതിന്റെ നമ്മളെ കാരിയർ പൾസിന്റെ ട്രെയിൽ എഡ്ജ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആക്കി ഓരോന്നിനും വരയ്ക്കേണ്ടി വരും. എന്നിട്ട് റൈറ്റ് സൈഡ് കോൺസ്റ്റന്റ് ആയി നിന്ന് അതിന്റെ ലീഡ് എഡ്ജ് ആയിരിക്കും എന്ത് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം മോഡുലേഷനാണ് നമ്മൾ എന്ത് ലീഡ് എഡ്ജ് മോഡുലേഷൻ എന്ന് പറയാം. പിന്നെ 2 എഡ്ജ് മോഡുലേഷന്റെ പ്രത്യേകത, നമ്മുടെ പൾസിന്റെ സെന്റർ ലൈൻ നമുക്ക് എന്താവും, കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തും. പിന്നെ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, രണ്ട് ഭാഗത്തേക്കും വിഡ്ത്ത് ഇങ്ങനെ കൂടും, അതുപോലെ തന്നെ കുറയും. ഇങ്ങനെ കൂടും കുറയും. അതായത് സെന്ററിൽ റെഫറൻസ് ലൈൻ, എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും വിഡ്ത്ത് ഇങ്ങനെ കൂടും കുറഞ്ഞുകൊണ്ടിരിക്കും. ഏത് ആനുപാതികമായിട്ട് മോഡുലേറ്റിംഗ് സിഗ്നലിന്. അതേസമയം ട്രയൽ എഡ്ജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ട്രയൽ എഡ്ജ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ട്രയൽ എഡ്ജാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ലീഡ് എഡ്ജ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലീഡിങ് എഡ്ജ്, റൈസിംഗ് എഡ്ജ്, ഫസ്റ്റ് പൾസിന്റെ ഫസ്റ്റ് ലൈൻ, അതാണ് നമ്മൾക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കുക. 2 എഡ്ജ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ പൾസിന്റെ രണ്ട് എഡ്ജും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് PWMന്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. രണ്ട് രൂപത്തിലുള്ള ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നമ്മൾ സാധാരണ വരക്കാറുണ്ട്. ഒന്ന് സിമ്പിളായിട്ട് നമുക്കറിയാം, ഒരു ബ്ലോക്ക് ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം, മെസ്സേജ് സിഗ്നൽ കൊടുക്കാം, മെസ്സേജ് സിഗ്നൽ. രണ്ടാമതൊരു ബ്ലോക്ക് വരക്കുക, അതിൽ നമുക്ക് എന്ത് കൊടുക്കും, സ്വാഭാവികമായിട്ട് കാരിയർ പൾസസ്. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുക, മൂന്നാമത്തെ ഒരു ബ്ലോക്കിലേക്ക് കൊടുക്കുക. ഇതിനെ നമുക്ക് PWM മോഡുലേറ്റർ എന്ന് പറയും. മോഡുലേറ്റർ ഇതിന്റെ ഔട്ട്പുട്ടിലാണ് നമുക്ക് PWM കിട്ടുന്നത്. ഇത് നമ്മുടെ ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഇതിൽ മെസ്സേജ് സിഗ്നൽ സാധാരണ നമ്മുടെ
സാധാരണ നമ്മുടെ ഇൻഫർമേഷൻ ആണ്, മെസ്സേജ് സിഗ്നൽ ആണ്. ഇവിടെ കാരിയർ പൾസസ് ആയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നത് നമ്മുടെ റെക്ടാങ്കിൾ പൾസസ് അല്ലെങ്കിൽ സ്ക്വയർ വേവുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഒരു കമ്പാരേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കുക. ഒരു കമ്പാരേറ്റർ, അതിൻ്റെ ഒരു ഇൻവേർട്ടിങ് ഇൻപുട്ട്, നോൺ ഇൻവേർട്ടിങ് ഇൻപുട്ട്, ഇതിലേക്ക് നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, മെസ്സേജ് സിഗ്നൽ കൊടുക്കും. മെസ്സേജ് സിഗ്നൽ കൊടുക്കും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആക്കാം. മെസ്സേജ് സിഗ്നൽ. രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സോ ടൂത്ത് വേവ് ആണ് കൊടുക്കുക. സോ ടൂത്ത് വേവ്. ഈ രണ്ട് സിഗ്നലുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കമ്പാരേറ്റർ. ഇവിടെ നമുക്ക് കിട്ടുന്നത് PWM സിഗ്നലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജ് സിഗ്നൽ നമ്മൾ സൈനസോയിഡൽ സിഗ്നലായി കാണിക്കും. ഇവിടെ നമുക്ക് സോ ടൂത്ത് വേവ്, നിങ്ങൾക്കറിയാം ഇതുപോലുള്ള വേവുകളാണ് സോ ടൂത്ത് വേവ്. ഇങ്ങനെ കൊടുക്കും. ഇവിടെ നമുക്ക് സൈനസോയിഡ് സിഗ്നൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പുറത്ത് നമുക്ക് പൾസസ് കാണിക്കുന്നു. അപ്പോൾ രണ്ട് രൂപത്തിലുള്ള ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് PWM വേവ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ച് ട്രയാങ്കുലർ അല്ലെങ്കിൽ സോ ടൂത്ത് പൾസ് വെച്ചുകൊണ്ടുള്ള പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ സർക്യൂട്ടാണ്. അതിൻ്റെ വേവ് ഫോം ഒന്ന് നമുക്ക് നോക്കിക്കളയാം. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇതേപോലെ നമ്മളെ സോ ടൂത്ത് വേവ് നമുക്ക് വരക്കാം. ഇങ്ങനെ കാണിച്ചു. ഇനി ഇതിന് മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഇവിടെ തന്നെ കാണിക്കാം. എങ്കിലേ നമുക്കത് എങ്ങനെ ഈ വേവ് കിട്ടുന്നു എന്ന് നമുക്കറിയുള്ളൂ. നമ്മളൊരു മെസ്സേജ് സിഗ്നൽ ഇവിടെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മളൊരു ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ ലൈനുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുക. ഈ റീട്രേസ് ലൈനുകളൊക്കെ കാണിക്കുക. എന്നിട്ട് ഇത് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കുക. ഈ സൈൻ വേവിന്റെ പോയിന്റ് എവിടെയാണ് മീറ്റ് ചെയ്തതെങ്കിൽ അതാണ് ഇതിന്റെ അടുത്ത്. ഇത് മീറ്റ് ചെയ്ത പോയിന്റ് നോക്കുക, ഇവിടെയാണ്. അപ്പൊ നമുക്ക് എന്താവും, ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ എഴുതുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫിഗർ നമുക്ക് കാണാം. പക്ഷേ അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വെടുത്ത് കൂടിയ പൾസും അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോഴേക്ക് വെടുത്ത് കുറഞ്ഞ പൾസും നമുക്ക് കിട്ടുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് വരച്ചത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പൾസ് വിഡ്ത്ത് ഡീമോഡുലേഷൻ ആണ് പറയുക. പൾസ് വിഡ്ത്ത് ഡീമോഡുലേഷൻ. ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റക്ഷൻ, റിക്കവറി ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രം ദ മോഡുലേറ്റഡ് വേവ്. മോഡുലേറ്റഡ് വേവ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ സംബന്ധിച്ച് ഒന്ന് മോഡുലേറ്റ്
സിഗ്നലാണ്. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജ് സിഗ്നൽ. ഇതിനെ തന്നെ നമ്മൾ എന്ത് പറയും? ചിലപ്പോൾ ബേസ് ബാൻഡ് സിഗ്നൽ. പിന്നെ രണ്ടാമത് നമുക്ക് എന്താ വേണ്ടത്? കാരിയർ പൾസസ്. അതായത് നമുക്ക് ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ, ഒന്ന് കാരിയർ പൾസസ്, ഇത് രണ്ടും കൂടി മോഡുലേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടുക. അപ്പൊ ഈ മോഡുലേറ്റഡ് സിഗ്നൽ നിന്ന് കാരിയർ പൾസസിനെ ഒഴിവാക്കിയാൽ നമുക്ക് പിന്നെ കിട്ടുന്ന എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നലാണ്, അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലാണ്. അപ്പൊ നമ്മളൊരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു PWM സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു. ഇത് ഈ ഭാഗത്ത് ഇത് എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. റിസീവറിൽ ഇത് റിസീവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മളെ മെസ്സേജ് സിഗ്നല് കാരിയറുമായി മോഡുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത്. റിസീവറിൽ അതെന്ത് ചെയ്യും? മോഡുലേറ്റഡ് വേവിൽ നിന്ന് മോഡുലേറ്റിംഗ് സിഗ്നല് അഥവാ മെസ്സേജ് സിഗ്നല് സെപ്പറേറ്റ് ചെയ്യും. ആ പ്രോസസ്സിന്റെ പേരാണ് ഡീമോഡുലേഷൻ. അപ്പൊ റിക്കവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഡുലേറ്റഡ് വേവിൽ നിന്ന് നമ്മുടെ മെസ്സേജ് ഇൻഫർമേഷനെ വേർതിരിച്ചെടുക്കുക. സെപ്പറേഷൻ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ മെസ്സേജ് സിഗ്നൽ ഫ്രം ദ മോഡുലേറ്റഡ് വേവ്, അതാണ് ഡീമോഡുലേഷൻ. സാധാരണ പിന്നെ ഒരു ഡീമോഡുലേഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ PAM പഠിച്ചു, PAM പഠിച്ചു. PAMന്റെ ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ലോ പാസ് ഫിൽട്ടറെ നമുക്ക് അതിനാവശ്യമുള്ളൂ. പക്ഷേ PWMന്റെ ഡീമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് സർക്യൂട്ടാണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതില് ഒരു പൾസ് ജനറേറ്റർ വേണം. ഈ പൾസ് ജനറേറ്ററിലേക്കാണ് നമ്മുടെ ഡീമോഡുലേറ്റ് ചെയ്യാനുള്ള ആരെയാ കൊടുക്കേണ്ടത്? PWM കൊടുക്കേണ്ടത്, പൾസസ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് PWM പൾസ് കൊടുക്കുമ്പോൾ നമ്മളെ ഒരു ട്രാൻസ്മിഷൻ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ആ പൾസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ എന്തുണ്ടാവുമില്ല, അതിൽ നോയ്സും കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ PWM സിഗ്നലിനോട് കൂടെ നോയ്സും കൂടി നമ്മളെ പൾസ് ജനറേറ്ററിലേക്ക് കൊടുക്കും. ആക്ച്വലി പൾസ് ജനറേറ്ററിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നല്ലൊരു പൾസ് എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു പൾസാണ് നമ്മൾ PWMന്റെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിലും ഇതിലൂടെ നോയ്സ് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പിനൊക്കെ ഇങ്ങനെയൊക്കെ ആയി ഒരു കറക്റ്റ് പൾസ് അല്ലാത്ത, സ്ക്വയർഡ് പൾസ് അല്ലാത്ത രൂപത്തിലേക്ക് ഇത് മാറും. അപ്പൊ ഇതിനെ കറക്റ്റ് ഫോമിലേക്ക് നോയ്സസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുവരാനാണ് ശരിക്കും ഇവിടെ പൾസ് ജനറേറ്റർ എന്ന ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. ഈ പൾസ് ജനറേറ്റർ ഇങ്ങനെ കിട്ടുന്ന ഈ പൾസിനെ നമ്മൾ ഒരു റഫറൻസ് പൾസ് ജനറേറ്ററിലേക്ക് കൊടുക്കും. ഒരു റഫറൻസ് പൾസ് ജനറേറ്ററിലേക്ക് കൊടുക്കും. റഫറൻസ് പൾസ് ജനറേറ്റർ. അതേസമയം തന്നെ ഇതൊരു റാമ്പ് ജനറേറ്ററിലേക്കും കൊടുക്കും. അതൊരു റാമ്പ് ജനറേറ്ററിലേക്കും കൊടുക്കും. ഇവിടെ നമ്മൾ PWM പ്ലസ് നോയ്സ് പൾസിൽ കൊടുത്തു. ഇവിടെ വെച്ചത് കറക്റ്റ് സ്ക്വയർഡ്
അഥവാ നോയ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കറക്റ്റ് PWM പൾസ് ആക്കി ഈ റെഫറൻസ് പൾസ് ജനറേറ്റർ കൊടുക്കും. ഈ റെഫറൻസ് പൾസ് ജനറേറ്ററിന്റെ പ്രത്യേകത സെയിം ആംപ്ലിറ്റ്യൂഡിലും സെയിം വെഡ്ത്തിലുമുള്ള പൾസാണ് ഇത് ജനറേറ്റ് ചെയ്യുക. ഇവിടെ റാമ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന പൾസുകൾ ഇങ്ങനെ വീതി പിന്നെ വെടുത്ത് കൂടുന്നുണ്ട്, വെടുത്ത് കുറയുന്നുണ്ട്, പല രൂപത്തിലുള്ള. കാരണം PWMന്റെ ഔട്ട്പുട്ട് PWM സിഗ്നലാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ റാം ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോട്ട് ടൂത്ത് ജനറേറ്റർ പോലെ ഉള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ വെടുത്ത് കൂടുന്ന സമയത്ത് ഇതിന്റെ ഓൺ ടൈം കൂടുന്ന സമയത്ത് ഇതിന്റെ ചാർജിങ് കുറേ സമയം ചാർജിങ് നടക്കും, വെടുത്ത് കുറയുന്ന സമയത്ത് കുറച്ച് ചാർജിങ് നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും റാം ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എന്താ കാണുക, പിന്നെ ഇങ്ങനെ ഉള്ള പൾസുകൾ ഉണ്ടാവും, അതുപോലെ ഇങ്ങനെ ഉയർന്ന പൾസുകൾ ഉണ്ടാവും, ഇങ്ങനെ ചെറിയ പൾസുകൾ ഉണ്ടാവും, ഇങ്ങനെ വ്യത്യസ്ത പൾസുകൾ ഉണ്ടാവും. അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മളെ ഇൻപുട്ടിൽ വരുന്ന പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് വേവിന്റെ പൾസിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ വിഡ്ത്തിനനുസരിച്ചിരിക്കും. ഈ രണ്ട് റെഫറൻസ് സിഗ്നലും ഇതും കൂടി നമ്മൾ ഒരു ആഡറിലേക്ക് കൊടുക്കും, ആഡർ സർക്യൂട്ടിലേക്ക്. ഈ ആഡർ സർക്യൂട്ടിൽ ഈ രണ്ട് സിഗ്നലും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇങ്ങനെ റാം ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഈ റാം പൾസസിനോട് കൂടി നമ്മുടെ റെഫറൻസ് പൾസ് ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഈ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റന്റ് വെടുത്തുമുള്ള പൾസും കൂടി നമ്മൾ ആഡറിലേക്ക് കൊടുക്കുമ്പോൾ ആഡറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പൾസ് ഇവിടെ ഉണ്ട്, കുറച്ചും കൂടി ആംപ്ലിറ്റ്യൂഡ് കൂടിയ വെടുത്ത് കൂടിയ പൾസിന് പ്രൊപ്പോർഷണലായിട്ടാണ് ഇങ്ങനെ വരിക, വെടുത്ത് കുറഞ്ഞതിന് പ്രൊപ്പോർഷണലായിട്ട് ചെറിയ പൾസ് വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ പൾസസിനോട് കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ഇതുപോലെ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു പൾസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തുമേലും നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു പൾസ് ഇങ്ങനെ ആഡ് ചെയ്യണം. ഇങ്ങനെ അഡീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടത്, ഒരു ക്ലിപ്പർ സർക്യൂട്ടാണ്. ക്ലിപ്പർ സർക്യൂട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് തേർഡ് സെമ്മില്. ക്ലിപ്പർ സർക്യൂട്ട് എന്താണ്, നമ്മൾ ഏത് ലെവലിലാണോ നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടത് ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വേവ് ഫോമിന്റെ ഏത് പാർട്ട് വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ് ക്ലിപ്പർ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഒരു ലെവലിൽ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. ബാക്കിയുള്ള പോർഷൻ നമ്മൾ എടുത്താൽ നമുക്ക് എന്താ കാണുക, ഒരു പിന്നെ കുറച്ച് പൊങ്ങി നിൽക്കണമെന്ന്, കുറച്ച് താണു നിൽക്കണമെന്ന്, കുറച്ച് പൊങ്ങി നിൽക്കണം. ഇത് ഏതുപോലെ ആയി, ശരിക്ക് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പോലെ ആയി. ഇതിനെ ഒരു ലോ പാസ് ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്താൽ നമ്മൾ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത്, ആക്ച്വലി മോഡുലേറ്റിംഗ് സിഗ്നലായ സൈനുസോയിഡൽ വേവ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് മെസ്സേജിനെ PWM ആക്കി. ആ PWMനെ നമ്മൾ എന്ത് ചെയ്തു, ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി പൾസ് ജനറേറ്ററിൽ കൊടുത്തു. ഇവിടെ വെച്ച് നോയ്സസ് ഒക്കെ റിമൂവ് ചെയ്തു. ഇവിടെ വെച്ച് PWMന്റെ പൾസ് വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റാമ്പ് ജനറേറ്റ് ചെയ്തു. ഒരു ഭാഗത്ത് റെഫറൻസ് പൾസ് ജനറേറ്റ് ചെയ്തു. ഈ രണ്ട് പൾസസും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ത്രെഷോൾഡ് വെച്ചിട്ട് അതിനെ ക്ലിപ്പ് ചെയ്തു. എന്നിട്ട്
ഇതിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് വേണ്ടത്, ഒരു ലോ പാസ് ഫിൽട്ടർ LPF എന്ന് പറയുന്ന ലോ പാസ് ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ എന്താണോ നമ്മൾ കൊടുത്തത് ആ സിഗ്നൽ. ഇങ്ങനെയാണ് PWMന്റെ ഡീമോഡുലേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡുലേറ്റർ വളരെ സിമ്പിളായിരുന്നു. നമുക്ക് എന്ത് മതി, ഒരു കാരിയർ പൾസും ഒരു മെസ്സേജ് സിഗ്നലും കൊടുത്താൽ ഒരു കമ്പാരേറ്റർ മാത്രമേ ആവശ്യമുള്ളായിരുന്നു, അല്ലെങ്കിൽ ഒരു മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡീമോഡുലേഷൻ പ്രോസസ്സ് PWMൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് PAM ആക്കി കൺവേർട്ട് ചെയ്ത് PAM നമ്മൾ ലോ പാസ് സർക്യൂട്ടിലൂടെ കടത്തി വിട്ടാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ മെസ്സേജ് സിഗ്നൽ നമുക്ക് ലഭിക്കും.